ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിലെല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞങ്ങൾ ഒരു ഫാമിലി ടൂർ പോയതായിരുന്നു. ഒരു 7 days ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയത് ആഗ്ര, മധുര, ഡൽഹി, ഇങ്ങനെ ഈ 3 സ്ഥലങ്ങളിലായിരുന്നു പോവാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ആഗ്രയിലേക്കാണ്. അപ്പോൾ ഞാൻ ട്രെയിനിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഞാനിന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ഇത് 3 പാർട്ടായിട്ട് അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് ഇടണമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞങ്ങൾ ഏറെക്കാലത്തെ ഒരു മോഹമായിരുന്നു. ബാംഗ്ലൂർ എത്തിയിട്ട് 10 വർഷമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും ലോങ് ട്രിപ്പ്, വലിയൊരു ട്രിപ്പായതുകൊണ്ട് തന്നെ മക്കൾ പഠിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറേ ദിവസം വേണമല്ലോ. അപ്പോൾ ഇപ്പം ഒരാൾ ഇപ്പോൾ കുറച്ച് ഒഴിവുള്ള സമയമാണ് 2 പേർക്കും. ചെറിയളുടെ ഫസ്റ്റ് സെം എല്ലാം കഴിഞ്ഞിട്ട്, PGയുടെ ഫസ്റ്റ് സെം കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് ദിവസം ഹോളിഡേ ഉണ്ട്. പിന്നെ വലിയ മോളിപ്പോൾ PGക്ക് പ്രിപ്പയർ ചെയ്യാണ്, MDSന് വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്കും ഇവിടെ ഓൺലൈൻ കോച്ചിങ് എല്ലാം എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു നല്ല സമയമാണ് കറങ്ങാനും വിൻ്റർ ടൈമിൽ അവിടെ എല്ലാം. അതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലെമൺ റൈസും അതുപോലെ ടൊമാറ്റോ ചട്നി, അതുപോലെ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ട്രെയിനിലല്ലേ, അപ്പോൾ ഫുഡെല്ലാം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഭക്ഷണം എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി ശീലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആർമിയിലാവുമ്പോൾ ഇങ്ങനെ ഒരുപാട് ദിവസം നമുക്ക് ട്രെയിനിൽ ഇരിക്കേണ്ടി വരുമ്പോൾ ഈ ഭക്ഷണം ഒന്നും ശരിയാവില്ല. ഈ ട്രെയിനിൽ നിന്ന് ഫുള്ള് വാങ്ങുമ്പോൾ ഒന്നും ശരിക്കൊരു വൃത്തി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫുഡ് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി പിറ്റേ ദിവസത്തേക്ക് കേട്ടോ. ലെമൺ റൈസ് കുറച്ച് പുളി കൂടുതൽ ഒഴിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ട്രെയിനിൽ തന്നെ ഇരുന്നിട്ട് കഴിക്കാം. അങ്ങനെ വൈകുന്നേരത്തേക്ക് പിന്നെ ട്രെയിനിൽ നിന്ന് ഭക്ഷണം വാങ്ങുകയാണ് ചെയ്തത്. ഒരു നേരമല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ ചപ്പാത്തിയും റൈസ് അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നത് ആഗ്രയിലേക്കാണ്. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളിവിടെ ബുക്ക് ചെയ്ത് റൂമിൻ്റെ അടുത്തെത്തിട്ടോ. ഞങ്ങളെ ലോഡ്ജിലെത്തി. റൂമൊക്കെ നല്ല അടിപൊളി റൂമായിരുന്നു ആഗ്രയിൽ കിട്ടിയത്. എല്ലായിടത്തും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ചെയ്തതായിരുന്നു. റൂമും കാര്യങ്ങളും അവിടെ ആളുകളും എല്ലാം നല്ല തന്നെയായിരുന്നു. നമുക്ക് അവിടുന്ന് തന്നെ ഒരു ഡ്രൈവറെ എല്ലാം ഏൽപ്പിച്ച് തന്നു. അങ്ങനെ ഞങ്ങളെ ഫുൾ ആഗ്ര അയാൾ കറക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ റൂംസ് നിങ്ങൾക്കൊന്ന് ചെന്ന ഉടനെ തന്നെ ഒന്ന് എടുത്തതാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അടിപൊളി സെറ്റപ്പ്. 2 റൂമായിരുന്നു എടുത്തിരുന്നത്. 2ഉം ഇതുപോലെ സെയിം ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഒരു റൂം എൻ്റെ അതേപോലെ തന്നെ മറ്റേത് 2 റൂമും കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ താജ്മഹലിലേക്കാണ് ഞങ്ങളിങ്ങനെ പോകാൻ തുടങ്ങുന്നത് ഇപ്പോൾ. അപ്പോൾ താജ്മഹലിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം ഒരുപാട്, എൻ്റെ ഫോണൊന്ന് ചെറുതായി ഒന്ന് റിപ്പയർ ആക്കേണ്ടി വന്നു. അപ്പോൾ വീഡിയോസ് എടുത്തതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, എല്ലാവരുടെ ഫോണിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മിസ്സായില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫോണിൽ കുറച്ച് കൂടുതലായിട്ട് എല്ലാം വിശദമായിട്ട് താജ്മഹലിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം എടുത്തിരുന്നു. പക്ഷേ റിപ്പയർ ആക്കിയപ്പോൾ ചിലതെല്ലാം ഉണ്ട്, ചിലതെല്ലാം ഇല്ല എന്നുള്ള പോലെയായിട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ താജ്മഹൽ ഒരു ചായ, ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഫ്രഷായി താജ്മഹലിലേക്ക് വരികയാണ് ചെയ്തത്. അതായത് പുലർച്ചെ 5:30 റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി 6:30-7 മണിയുടെ ഉള്ളിലായിട്ട് ഞങ്ങളിവിടെ താജ്മഹലിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം ഞങ്ങൾക്ക് 11 മണിയാണ്. പക്ഷേ അവിടുന്ന് നമുക്ക് വേറെ ഫ്രഷ് ആവാനൊരു റൂമൊക്കെ തന്നിട്ട് ഞങ്ങൾ ഫ്രഷായി. പക്ഷേ ഒന്നും കഴിക്കാനൊന്നും നമുക്ക് ടൈമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നില്ലെങ്കിൽ വെയിൽ ചൂടായി കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. സൺറൈസ് കാണാം എന്ന് പറഞ്ഞിട്ടാണ്, പക്ഷേ സൺറൈസൊന്നും അതങ്ങനെ കാണാൻ പറ്റില്ല. അത്ര ഏർലി മോർണിംഗിന് നമ്മൾ എത്തിയില്ല. എങ്കിലും നമ്മൾ വെയിൽ ചൂടാവുന്നതിന് മുന്നേ ആയിട്ട് വന്നു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടു.
പിന്നെ നമ്മൾ അവിടെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടൊരു ചായ എല്ലാം കുടിച്ചതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഇവിടുത്തെ ഗ്ലാസ് എല്ലാം ഒരു മണ്ണിൻ്റെ ഒരു ഗ്ലാസ്സാണ്, അത് പിന്നെ 1 ടൈം യൂസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡ്രൈവറെ ഏൽപ്പിച്ച് തന്നിരുന്നു എന്ന്. അപ്പോൾ അയാൾ ഞങ്ങളെ താജ്മഹൽ കണ്ടതിന് ശേഷം ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. നല്ല ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഇവിടെ എല്ലാം പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഭക്ഷണമാണ്. പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞില്ലേ മണ്ണിൻ്റെ ഗ്ലാസ്സിലാണ് ചായ, മണ്ണിൻ്റെ ഒരു കപ്പ്, അത് 1 ടൈം യൂസാണ് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായി. ആലു പൊറോട്ട, പൂരി, സബ്ജി എല്ലാം കഴിച്ചു. പിന്നെ ഇപ്പം ഞങ്ങളിതാ ആഗ്ര ഫോർട്ടിലേക്ക് വന്നതാണ്. ഇടയിൽ 1-2 സ്ഥലത്തൊക്കെ പോയി, എല്ലാം കൂടി വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കുറച്ച് ചെറിയ സ്ഥലങ്ങളാണ്. ആഗ്ര ഫോർട്ട് പിന്നെ ഭയങ്കര എന്താ പറയുക, നമുക്ക് എല്ലാം ഞാൻ ഹിസ്റ്ററി തന്നെ പഠിച്ചതുകൊണ്ട് എനിക്ക് ഏറെ ഒരു ഉൾപ്പുളകം എന്നൊക്കെ പറയാം, രോമാഞ്ചം ഉണ്ടാവും നമുക്കിതൊക്കെ കാണുമ്പോൾ. കാരണം മുഗൾ രാജാക്കന്മാർ എല്ലാം ഇവിടെ താമസിച്ച ഫോർട്ടാണ് നമ്മൾ ഈ കാണുന്നത്, ആഗ്ര ഫോർട്ട്. അപ്പോൾ നമുക്ക് ആ പഠിച്ച ഓർമ്മകളും കാര്യങ്ങളും എല്ലാം വരും കേട്ടോ. ഇപ്പോഴും ഇതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ സംരക്ഷിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് എത്ര സ്ഥലമാണെന്ന് പറയാനറിയില്ല, അത്രയും ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ള സ്ഥലങ്ങളാണ്. യുദ്ധം ഉണ്ടാവുമ്പോഴുള്ള സംവിധാനങ്ങൾ, പിന്നെ അവരുടെ ബീഗം രാജാക്കന്മാരെല്ലാം ബെഡ്റൂം കാര്യങ്ങൾ, അവർ മീറ്റിംഗ് നടന്നിരുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, അവർ കുളിച്ചിരുന്ന ഒരു ബാത്ത് ടബ് അടക്കം അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. ഇത് മുകളിലേക്കൊക്കെ കയറി പോവാം. പിന്നെ നിറയെ ആളുകൾ ഇന്ന് ഫോറിനേഴ്സായിട്ടും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പോയ ടൈമെന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടാവും. ആ സമയത്തൊരു ഹോളിഡേ ടൈമാണ് കേട്ടോ. പിന്നെ ഈ വിൻ്റർ ടൈമിലുമാണ് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയം ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ സമയങ്ങളിലാണ് കേട്ടോ. ഒക്ടോബർ സമയങ്ങളിലൊക്കെയാണ്. നവംബർ ആകുമ്പോഴത്തേക്ക് കുറേശ്ശെ തണുപ്പൊക്കെ തുടങ്ങും. അപ്പോൾ അതാണ്, അവിടെ തണുപ്പ് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഭയങ്കര തണുപ്പുമാവും, ചൂടായാൽ ചൂടാവും, ഭയങ്കര ചൂടാവും. അപ്പോൾ ഈ താജ്മഹലൊക്കെ ഭയങ്കര മാർബിളിൻ്റെ ഇതാവുകൊണ്ട് ഭയങ്കര ചൂടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് സമയത്തൊന്നും നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഈ കറങ്ങലിന്. ഒന്നാമത് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല, അപ്പം അത് കൂടെ ഏറെ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുകളിലേക്ക് കയറിട്ടോ, ഈ ആഗ്ര ഫോർട്ടിൻ്റെ മുകളിലേക്ക് ഞാനും ഹസ്ബൻഡും കയറി അവിടെ എല്ലാം വീഡിയോ ഒക്കെ എടുത്ത് പോരുകയാണ് ചെയ്തത്. നല്ല രസമാണ് കേട്ടോ കാഴ്ചകളെല്ലാം കാണാൻ. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ നല്ലോണം ടയേർഡായിട്ടുണ്ട്. നട്ടുച്ച ആണ്. ഇവിടെ ഭയങ്കര തിരക്കുമായിരുന്നു. പുറത്ത് നല്ല പോലെ നമുക്ക് പാസ്സെല്ലാം എടുക്കണമായിരുന്നു. അപ്പോൾ ലൈനും വേണമായിരുന്നു. അങ്ങനെ കുറേ സമയം ലൈനിൽ പോയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കറങ്ങാനുള്ള ഒരു ഉഷാറൊക്കെ പോയി ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. പക്ഷേ പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഇഷ്ടമാണല്ലോ. ചരിത്രം പ്രധാനമായിട്ടുള്ള, ഞാനും ഹസ്ബൻഡും ഒക്കെ ഹിസ്റ്ററിയുടെ ആൾക്കാരാണ്, ഡിഗ്രി എടുത്തവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പഠിച്ച കാര്യങ്ങളാവുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ആണല്ലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കിതെല്ലാം കാണാൻ സാധിച്ചുവല്ലോ എന്നുള്ള ഒരു സന്തോഷം, കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ. താജ്മഹലൊക്കെ കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ചരിത്രത്തിലെല്ലാം നമ്മൾ ഷാജഹാൻ നിർമ്മിച്ച താജ്മഹലിനെ പറ്റിയില്ലേ, താജ്മഹൽ, അതേപോലെ മുംതാസ് മഹലിന് വേണ്ടിയിട്ട് തൻ്റെ ഭാര്യ മുംതാസ് മഹലിനോടുള്ള അമിതമായ സ്നേഹം കാരണം ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്മാരകമാണ് താജ്മഹൽ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പം ഇവിടെ ആഗ്ര ഫോർട്ടിൻ്റെ മുകളിൽ ഉള്ള കാഴ്ചയാണ് കാണുന്നത്. പഴയ നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ കുറച്ച് പിറകിലോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് ഇവിടെയൊക്കെയാണല്ലോ ഇപ്പോൾ രാജാക്കന്മാർ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഫീല് വരിക കേട്ടോ. നല്ല പോലെ
ഇതാ ഈ പുറം കാഴ്ചകൾ കണ്ടില്ലേ, നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് മുകളിൽ നിന്ന് നല്ല കാഴ്ച. ഞങ്ങൾ ആകെ ടയേർഡായിട്ടോ, ആഗ്ര ഫോർട്ടിലാണ് ഇപ്പോൾ. ആകെ ടയേർഡായി. ഇപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ മുകളിലിരിക്കുകയാണ്. ഇവിടെ ഇതാ ഇവരുടെ ആഗ്ര ഫോർട്ടിൽ മുഗൾ രാജവംശം രാജാക്കന്മാരെല്ലാവരും ഭരിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ ആഗ്ര ഫോർട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് ബേബി താജിലേക്കാണ്. ഇത്തിമാദ് ഉദ്ദൗള എന്നും പറയും, ടോംബ് ഓഫ് ഇത്തിമാദ് ഉദ്ദൗള. അതായത് ജഹാംഗീറിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു മോണമെൻ്റായിരുന്നു ഇത്, സ്മാരകമാണ്. അപ്പം ജഹാംഗീറിൻ്റെ ഭാര്യ നൂർജഹാൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഉണ്ടാക്കിയത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്കാണ് എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ടു. അവിടെയും നല്ല ഉഷാറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം.
അപ്പോൾ ഇവിടെയും കൂടിയും കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ നേരം 2:30 സമയം, 2 മണി 2:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ അങ്ങ് പോകുന്നതല്ലേ, അപ്പോൾ എല്ലാവരും നല്ല ടയേർഡായി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് യമുന നദിയുടെ പോർഷനാണ് കേട്ടോ. യമുന നദിയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എല്ലാം എടുത്ത് ചോറെല്ലാം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. എന്നിട്ട് മോളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ ആഗ്രയിൽ, 2 പേരുണ്ട് കേട്ടോ. അതിൽ ഒരാളുടെ വീട്ടിൽ പോയി ഞങ്ങൾ രാത്രിയിലെ ഡിന്നർ കഴിച്ചിട്ടാണ് അവർ വിട്ടത്. അത് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു, അത് മിസ്സായിപ്പോയി, മറ്റേ ഫോണിലായിരുന്നു. അപ്പോൾ ആ വീട്ടിലാണ് പോയത്. അവരിതാ വൈകുന്നേരം ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. അപ്പം അതും ഒരു സന്തോഷമായി കേട്ടോ, അവരെയൊക്കെ കാണാൻ പറ്റിയത്. ആഗ്രയിൽ പോയിട്ട് ഞാൻ ചെറുപ്പത്തിൽ മക്കൾ 6ാം ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ അവർ തമ്മിൽ കണ്ടതാണ്. പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ആഗ്രയിൽ ഞങ്ങൾ കറങ്ങിയ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം. പിന്നെ ഹൈപ്പ് എന്ന ബട്ടണും പ്രസ് ചെയ്യണം.